ഒരു കാര്യം എന്ന് പറയുന്നത് 1773 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ചായപ്പൊടിയിന്മേൽ ചുമത്തിയ നികുതി, അതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ, കോളനിയിലെ ആളുകൾ നടത്തിയ സമരം, സാമുവൽ ആഡംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കപ്പലുകളിലെ ചായപ്പൊടിയുടെ കാർഗോസ് മുഴുവൻ കടലിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞത്, ഇതിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം ഈ ബോസ്റ്റൺ പോർട്ട് ക്ലോസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്കണോമിക്സും ഹിസ്റ്ററിയും മെയിനായിട്ട് പഠിച്ചപ്പോൾ ഈ സംഭവത്തെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നുള്ള പേരിൽ പ്രത്യേകമായ ഒരു അധ്യായമുണ്ടായിരുന്നു. അപ്പോൾ ബോസ്റ്റൺ എന്ന് പറയുന്നത് ആ സംഭവത്തോടുകൂടി, ആ പോർട്ട് അടച്ചു പൂട്ടിയ സംഭവത്തോടുകൂടിയാണ് ശരിക്കും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശരിയായ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ക്ലാസ്സിൽ അത് പഠിക്കുമ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലത്ത് ഞാൻ എത്തിപ്പെടും എന്ന് വിചാരിച്ചതല്ല. ചരിത്രത്തിൻ്റെ നിയോഗങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പരിപാടി വിജയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പം ഞാൻ ഓർത്തത്, പണ്ട് കൊല്ലത്ത് MS സുബ്ബലക്ഷ്മിയുടെ ഒരു കച്ചേരി അങ്ങ് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ മഴ വന്നു. സൂചിട്ട വിടാത്ത അത്രയും വലിയ ജനക്കൂട്ടമുള്ള ഒരു സദസ്സാണ്. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് പേടിച്ചു. അവരോട് പതുക്കെ പറഞ്ഞു, MS സുബ്ബലക്ഷ്മിയോട് പതുക്കെ പറഞ്ഞു, അവർ തമിഴാണ്, അമ്മ മഴ വരപ്പോത് എന്ത് ചെയ്യും? അപ്പോൾ സുബ്ബലക്ഷ്മി പറഞ്ഞു, കവലപ്പെടാതെ പാറുങ്കോ. എന്നിട്ട് അവർ പരിപാടി നിർത്തിയിട്ട് മേലോട്ട് നോക്കിയിട്ട് മുരുക എന്നൊരു വിളി വിളിച്ചു. അപ്പം തുടങ്ങിയ മഴയുണ്ടല്ലോ, 3 ദിവസം കഴിഞ്ഞിട്ടാണ് നിന്നത്. അതുകൊണ്ട് ദൈവത്തിന് ഒരുപാട് ജോലികളുണ്ട്. നമ്മുടെ സ്റ്റേജ് ഷോ നോക്കലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജോലി. ഇവിടെ ഷോ ശരിയാവണമെങ്കിൽ ഞങ്ങൾ അധ്വാനിക്കുക തന്നെ വേണം. ഇവിടെ ചിലർക്ക് തോന്നുന്നുണ്ടാവും, ചിലപ്പോൾ ജീസസിനെ വിളിച്ചിരുന്നെങ്കിൽ, മുരുക എന്ന് വിളിച്ചതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. അതൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു പരിശ്രമം കൊണ്ട് മാത്രമേ ഇത് വിജയിക്കൂ. ഇതെന്ന് പറയുന്നത് നമ്മളും നിങ്ങളും അങ്ങനെ മാറി നിന്നിട്ടുള്ള ഒരു സംഗതിയല്ല. ഇത് ഞങ്ങളുടെയും നിങ്ങളുടെയും ഒരു നിമിത്തമാണ്, ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ ഒരു അനുഭാവത്തോടു കൂടി ഈ പരിപാടിയെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾക്കത് ആസ്വദിക്കാനാവും. അതിനുള്ള മനസ്സുമായി നിങ്ങളിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും വേദിയിൽ വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.